മൂന്നാമത്തെ കേസിൽ രാഹുലിനെ രാത്രിയിൽ കഴിയുന്ന ഹോട്ടലിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏറെ അതിവിദഗ്ധമായ വളരെ രഹസ്യമായ മാധ്യമങ്ങൾ പോലും ഇത്തരത്തിലുള്ളൊരു മൂന്നാം പരാതിയെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉടനെ വന്ന് അറസ്റ്റ് ചെയ്യുകയും പത്തനംതിട്ടയിൽ AR ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. മൂന്നാമത്തെ കേസിൽ വിശദമായ തെളിവെടുപ്പ് നടപടികളടക്കം കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തു. എന്തായാലും അതിജീവിതയുടെ മൊഴി വിദേശത്ത് നിന്നും ഓൺലൈനായി രേഖപ്പെടുത്തിയാണ് കേസിൽ ഈ നടപടിക്രമങ്ങളിലേക്കും മറ്റും പോയത്. അതൊക്കെ തന്നെയും ഈ കേസിൽ മറ്റൊരു പ്രതികൂലമായ അല്ലെങ്കിൽ നിയമപ്രകാരമല്ല എന്നുള്ള കാര്യമാണ്. ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ അതൊന്നും ഈ കേസിൽ കോടതി പരിഗണിച്ചില്ല എന്നതാണ് ഇപ്പോഴുള്ള നടപടി നമുക്ക് വ്യക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടം MLA ജയിലിൽ തുടരും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിന്നിരുന്ന ഈ കോടതി നടപടികൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾക്ക് അവസാനമായിരിക്കുന്നു. ഇനി കേസിന്റെ ട്രയൽ നടപടികളിലേക്കുമൊക്കെയും പോകും. സ്വാഭാവികമായും ഈ തിരുവല്ല കോടതി തന്നെയായിരിക്കും അതിന്റെ ട്രയൽ നടപടികൾ ഉണ്ടാകുക. ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുള്ള ഏകപോം വഴി. അത് ആ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതിഭാഗം അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും നേരത്തെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. കേസുമായി യാതൊരു വിധത്തിലുള്ള സഹകരണവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയതുപോലെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചതുപോലെ ഈ അതിജീവിത വിദേശത്താണുള്ളത്. അപ്പോൾ വീഡിയോ കോൺഫറൻസിലൂടെ മൊഴിയെടുക്കുക മാത്രമാണ് നിലവിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രധാന വാദമായി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് കോടതി അംഗീകരിച്ചില്ല. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ ഇനിയിപ്പോൾ അതിജീവിതയെ നാട്ടിലേക്ക് വരുത്തേണ്ടതില്ലേ? അവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതില്ലേ? അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കേണ്ടതില്ലേ? അപ്പോൾ തുടർ നീക്കങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കാനിരിക്കുന്നു? തീർച്ചയായും അമൃത, അത്തരം ചില നടപടികൾക്കും അന്വേഷണ സംഘം മുതിരുന്നുണ്ട്. ഈ ജി പുകഴിലെ IG-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസുകൾ അന്വേഷിക്കുന്നത്. സ്വാഭാവികമായും 164 സ്റ്റേറ്റ്മെന്റ് അടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. രഹസ്യമൊഴി അതിജീവിതയുടെ രേഖപ്പെടുത്തണം. അതിനുള്ള അപേക്ഷ നാട്ടിലെത്തിയതിനു ശേഷം അന്വേഷണ സംഘം കോടതിയിൽ നൽകും. രഹസ്യമൊഴി ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസുകളിൽ അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അടിയന്തരമായി നാട്ടിലേക്ക് എത്തുന്നതിനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. പരാതിക്കാരിയായ 31 വയസ്സുകാരിയായ അതിജീവിത നാട്ടിലേക്ക് എത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്. വേഗത്തിൽ നാട്ടിലെത്തിച്ച് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. നേരത്തെ ഉണ്ടായ കേസുകൾക്ക് വ്യത്യസ്തമായി ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് നടപടികളിലേക്കും അതോടൊപ്പം ജയിലിലേക്കുമൊക്കെ പോയ കാഴ്ച നമുക്ക് കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ നാം ഇപ്പോൾ നിൽക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയുടെ വരാന്തയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മറ്റ് യുവജന സംഘം DYFIയുടെയും അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെയും ഒക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ചീമട്ടയർ ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു. ജയിലിന് മുന്നിലും അതോടൊപ്പം കോടതിയിൽ മുന്നിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ആദ്യ 2 കേസുകളിൽ കോടതി നടപടികളിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ട സാഹചര്യം പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നില്ല. എന്ന 2 കേസുകളിലും രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ മൂന്നാമത്തെ കേസിൽ ഇപ്പോഴുള്ള കേസിലാണ് ഇത്തരത്തിൽ പാലക്കാട്ട് നിന്നും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ഇതുപോലെ കോടതി നടപടികളിലും അതോടൊപ്പം പോലീസ് കസ്റ്റഡിയിലും ജയിൽവാസവുമൊക്കെയും നേരിടേണ്ടി വന്നത്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ കോടതി ജാമ്യം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിൽ തുടരും. അമൃത. ജോസി, അതുപോലെ തന്നെ ഇതിനു മുമ്പ് കോടതിയിൽ ഹാജരാക്കുമ്പോഴും വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഒക്കെ അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഷേധങ്ങൾ കോടതി സമുച്ചയത്തിൽ ഉണ്ടായിരുന്നോ? അമൃത, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് കോടതിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഇന്ന് കോടതി പരിസരത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കറിയാം, ആദ്യ കേസ് മുതൽ സംസ്ഥാനത്ത് ഉടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് DYFIയുടെ യുവമോർച്ചയുടെ നേതൃത്വത്തിലേക്കും നടന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിലും അതുപോലെ ചാനൽ ചർച്ചകളിലുമൊക്കെയും CPM BJP നേതാക്കളെ ആക്രമിക്കുന്നത് നാം കാണാറുള്ളതാണ്. അതിന്റെ ഒരു തിരിച്ചടി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ആദ്യ കേസിൽ തന്നെ പ്രതി ചേർക്കപ്പെടുമ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായത്. അതുതന്നെയാണ് ഈ കേസിലും ഉണ്ടായത്. ഈ കേസിൽ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ നടപടികളും അതോടൊപ്പം ജയിലിൽ കൊണ്ടുപോകുന്ന നടപടികളുമൊക്കെയും നിരവധി തവണ ഉണ്ടായി. ആ സ്ഥലങ്ങളിലൊക്കെ പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിലും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്ത സ്ഥലങ്ങളിലുമൊക്കെയും തെളിവെടുപ്പിന് കൊണ്ടുവന്ന ഹോട്ടലിലുമൊക്കെയും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. ജയിലിന് മുന്നിലും കോടതിയുടെ മുന്നിലും ഈ കോടതി പരിസരത്തുമൊക്കെയും രാഹുലിന്റെ
പൂങ്കോഴിയുമായി ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വരെ ഉയർത്തിയുള്ള പ്രതിഷേധങ്ങളായിരുന്നു നടന്നത്. ചീമട്ടയെറിഞ്ഞ സംഭവങ്ങളും ഉണ്ടായി. പക്ഷേ ഈ സംഭവത്തിലേക്ക് വളരെ കൂസലില്ലാതെ പ്രതിഷേധങ്ങൾക്ക് മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് ആ ദിവസങ്ങളിലേക്കും കണ്ടത്. എന്തായാലും ഈ പ്രതിഷേധങ്ങളെ താൻ അവഗണിക്കുന്നു എന്നുള്ള ശരീരഭാഷയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായത്. പക്ഷേ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടം ശരിക്കും കുടുങ്ങി. കൃത്യമായി പറഞ്ഞാൽ ഈ കേസിൽ ആണ് ആദ്യമായി രാഹുൽ ജയിലിലേക്കും മറ്റും കോടതി നടപടികളിലേക്കും പോകുന്നത്. ആദ്യ 2 കേസുകളിലും പോലീസിനെ വെട്ടിച്ച് മുങ്ങി നടന്ന രാഹുൽ ജാമ്യം കിട്ടിയതിനു ശേഷമാണ് പൊങ്ങിയത്. പക്ഷേ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശരിക്കും വലിയ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. പ്രത്യേകിച്ച് കോടതി നടപടികളിലും പ്രതിഷേധങ്ങളുടെ നടുവിലൂടെയാണ് ഈ കേസുകളിലേക്കും കോടതിയിൽ ഹാജരായപ്പോഴും ജയിലിൽ പോയപ്പോഴുമൊക്കെയും രാഹുൽ മാങ്കൂട്ടം കടന്നു പോയിട്ടുള്ളത്. എന്തായാലും ആദ്യ കേസ് വന്ന് ചില നാളുകളോളം രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനം ഭജിച്ചിരുന്നു. പ്രത്യേകിച്ച് പൊതുരംഗത്തു നിന്ന് മാറി നിന്നിരുന്നു. പിന്നീട് ഡിസംബർ മാസത്തിലേക്ക് കൂടിയാണ് ഈ സജീവമായും പൊതുരംഗത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ ചില പരിപാടികളിൽ പാലക്കാട് അടക്കം സജീവമാകുകയും ചെയ്തത്. ഇതിനൊക്കെ പിന്നാലെയാണ് 3ാമത്തെ കേസ് വരുന്നത്. ഈ 3ാമത്തെ കേസ് അതീവ രഹസ്യമായിരുന്നു പോലീസ് അന്വേഷിച്ചതും അതിന്റെ നടപടികൾ സ്വീകരിച്ചതും. പ്രത്യേകിച്ച് അതിജീവിതയുടെ മൊഴി ഓൺലൈനായി വിദേശത്തുള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ജോസി. നമ്മളിപ്പോൾ ഈ മറ്റു കേസുകളെ കുറിച്ച് കൂടി പറഞ്ഞല്ലോ. ആദ്യത്തെ കേസ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു അലംഭാവം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം